വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുദേവ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനലിലൂടെ. ഇന്നത്തെ വായനയുടെ വിഷയം ഗുരുസാക്ഷാത് പരബ്രഹ്മം എന്ന തത്വം ഉദ്ഘോഷിക്കുന്ന ഗുരുചരിതം ഗുരുസാഗരം മാസികയിൽ 2026 ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തുണ്ടായിട്ടുള്ള 18 പുരാണങ്ങൾക്ക് ശേഷം ശ്രീമദ് നാരായണ ഗുരു പുരാണം നമോ ഭഗവതേ ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ്റെ തൂലികയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകഗുരു എന്ന തലത്തിലും പരബ്രഹ്മ എന്ന തലത്തിലും ഗുരുവിനെ നോക്കിക്കാണുന്ന ഒരു ബ്രഹ്മാണ്ഡ വീക്ഷണമാണ് നാരായണ ഗുരുപുരാണം. ഇത് മഹാഗുരു പുരാണമാണ്. ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം അധ്യായം 4 ഭാഗം 2. ആത്മസാധകൻ തൻ്റെ അറിവില്ലായ്മയ്ക്ക് ശുഗബാലികയോട് മാപ്പ് ചോദിച്ചു. ബുദ്ധമത ദർശനവും ബുദ്ധൻ്റെ കഥയും പറയാൻ കനിവുണ്ടാകുവാൻ അവളോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ശുഗബാലിക 6ാം രാവിൽ ബുദ്ധകഥ പറഞ്ഞു തുടങ്ങി. ഡംഫെ എന്ന് വിളിക്കുന്ന ഹിമാലയൻ മൊണാൾ ആൺപക്ഷിയുടെ ജന്മമെടുത്ത് നേപ്പാൾ ദേശത്ത് വാഴുകയായിരുന്നു ഞാൻ അക്കാലം. നീലയും പച്ചയും നിറമാർന്ന ഭംഗിയുള്ള തലയും അതിൽ അഴകുള്ള അങ്കവാലും എനിക്കുണ്ടായിരുന്നു. ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, ഓറഞ്ച് നിറങ്ങളാൽ തിളക്കമേറിയ സുന്ദരമായ ദേഹമായിരുന്നു എൻ്റേത്. കപിലവസ്തുവിലെ കോലിയ ഗോത്രത്തലവൻ ശുദ്ധോധന രാജാവ് പലപ്പോഴും ആദരവോടെ സൽക്കരിച്ച് ധാന്യങ്ങളും കിഴങ്ങുകളും നൽകുമായിരുന്നു എനിക്ക്. കൊട്ടാരക്കെട്ടിനകത്തെ പൂന്തോട്ടത്തിൽ ഞാൻ സ്ഥിരം സന്ദർശകനായി പറന്നെത്തുമായിരുന്നു. ശുദ്ധോധന രാജാവിൻ്റെ ഭാര്യ മായാദേവി കോലിയ ഗോത്രത്തിൽ ജനിച്ചതായിരുന്നു. അവർക്കും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. ഈ ദമ്പതികളുടെ പുത്രനായിട്ടാണ് പിൽക്കാലത്ത് ബുദ്ധൻ എന്നറിയപ്പെട്ട സിദ്ധാർത്ഥൻ ജനിച്ചത്. കുട്ടി ജനിച്ച 7ാം ദിവസം മാതാവ് മായാദേവി മരിച്ചു. പിന്നെ അമ്മയുടെ അനുജത്തി ഗൗതമിയാണ് അവനെ വളർത്തിയത്. ശുദ്ധോധന രാജാവ് അവരെ 2ാം വിവാഹം കഴിക്കുകയായിരുന്നു. രാജകൊട്ടാരത്തിൽ സുഖങ്ങളുടെ പരദീസയിലാണ് സിദ്ധാർത്ഥ രാജകുമാരൻ വളർന്നത്. ഈ കുട്ടി ലൗകിക ജീവിതത്തിൽ നിന്ന് വിരക്തനാകുമെന്നും തപസ്സിന് പോകുമെന്നും ധർമ്മസ്ഥാപകനായ ബുദ്ധനായി തീരുമെന്നും കൊട്ടാര ജ്യോതിഷിയായ അസിതൻ പ്രവചിച്ചിരുന്നു. ആ പ്രവചനം ശുദ്ധോധന രാജാവിൻ്റെ ഉറക്കം കെടുത്തുന്നതായിരുന്നു. മകന് ജീവിത വിരക്തി ഉണ്ടാവാതിരിക്കാനായി ദുഃഖമുണ്ടാക്കുന്ന ഒന്നുമായും സമ്പർക്കം വരാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ചെറുപ്പം മുതൽക്കേ ആത്മീയമായ വഴിയിൽ സഞ്ചരിച്ചിരുന്നതിനാൽ സിദ്ധാർത്ഥൻ ഒരു സുഖഭോഗങ്ങൾക്കും താല്പര്യം കാണിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഭൂതദയയുടെ മൂർത്തിയായിരുന്നു അദ്ദേഹം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള മഹാഗുരു അരുളുന്ന അതേ അനുകമ്പയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാവാം അനുകമ്പാ ദശകത്തിൽ ബുദ്ധനെ ഭൂതദയാക്ഷമാബ്ധി എന്ന് മഹാഗുരു വിശേഷിപ്പിച്ചത്. ഉന്നതമായ വിദ്യാഭ്യാസമാണ് രാജാവ് സിദ്ധാർത്ഥന് നൽകിയത്. എല്ലാ വിദ്യകളിലും അതികേമനായിരുന്നു. 16 വയസ്സിൽ ബന്ധുവായ യശോധരയെ വിവാഹം കഴിച്ചു. വയസ്സ് 18 തൻ്റെ നാട് ഒന്ന് ചുറ്റിക്കാണാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ചന്ദൻ എന്ന തേരാളിയുമായി രഥത്തിൽ നാട് ചുറ്റാനിറങ്ങി. നാട്ടിലെ രോഗികളെയും ദരിദ്രരെയും വൃദ്ധരെയും രാജകുമാരൻ കാണാതിരിക്കാൻ രാജാവ് പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. എങ്ങും നല്ല കാഴ്ചകൾ മാത്രം നിറച്ചുവെച്ചു. വഴിയോരങ്ങളിൽ യുവരാജാവിനെ വരവേൽക്കാൻ ഉടുത്തൊരുങ്ങിയ പ്രജകൾ സമ്മാനങ്ങളുമായി കാത്തുനിന്നു. എന്നാൽ അത്തരം മുൻകൂട്ടി തയ്യാറാക്കിയ ദൃശ്യങ്ങൾ മാത്രം നിരന്ന വഴികളിൽ നിന്ന് രഥം ഇടവഴികളിലേക്ക് തിരിച്ചുവിടാൻ ചന്ദനോട് സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടു. അവിടെ അദ്ദേഹം 4 കാഴ്ചകൾ കണ്ടു. 1. ഒരു വയോവൃദ്ധനായിരുന്നു. എന്നും യൗവനം നിലനിൽക്കില്ലെന്നും വാർദ്ധക്യവും അവശതയും വരുമെന്നും അതിൽ നിന്ന് ബോധ്യമായി. 2. കണ്ടത് അവശനായ ഒരു രോഗിയെയായിരുന്നു. ശരീരത്തെ രോഗം ബാധിക്കാമെന്ന് അതിൽ നിന്ന് ബോധ്യമായി. 3. ഒരു മൃതദേഹമാണ്. മരണം എന്നത് അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞു. 4. തലമുണ്ടനം ചെയ്ത് മഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു പ്രശാന്ത ഭാവനായ സന്യാസിയെയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥന് തൻ്റെ വഴി വ്യക്തമായി. രോഗം, മരണം എന്നിവയുടെ ദുഃഖങ്ങളെ മറികടക്കാൻ സന്യാസ ജീവിതത്തിനെ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞു. മഹത്തായ 4 ചിഹ്നങ്ങൾ എന്നാണ് ഈ 4 കാഴ്ചകൾ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ നശ്വരത വെളിവാക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ. എന്നാൽ അവസാനം കണ്ട സന്യാസിയുടെ മുഖത്തെ ശാന്തതയും സമാധാനവും സിദ്ധാർത്ഥനെ ആകർഷിച്ചു. അതോടെ വീട് വിട്ട് സന്യാസത്തിനായി പോകണം എന്ന ആഗ്രഹം ഉള്ളിലുണർന്നു.
എങ്ങനെ ലക്ഷ്യത്തിലേക്കെത്താം എന്ന ആലോചനയായി പിന്നീട്. മകൻ്റെ മനസ്സ് മാറുന്നത് കണ്ട രാജാവ് സുഖവസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിച്ചു. ആ രാജ്യത്തെ സുന്ദരിമാരെ മുഴുവൻ സിദ്ധാർത്ഥൻ്റെ അന്തഃപുരവാസികളാക്കി. യശോധരയിൽ വിരക്തി വന്നാൽ മറ്റാരിലെങ്കിലും അനുരാഗം വരട്ടെ എന്ന് കരുതി. എന്നാൽ 29 വയസ്സിലെത്തിയപ്പോൾ സിദ്ധാർത്ഥൻ ദൈനംദിന ജീവിതകാര്യങ്ങളിൽ നിന്ന് പോലും വിരക്തി നേടിയിരുന്നു. അക്കാലം രാഹുലൻ എന്ന കുട്ടി ജനിച്ചിരുന്നു. ഒരു രാത്രി അച്ഛനും കൊട്ടാരം കാവൽക്കാരും ആരും അറിയാതെ ചന്ദൻ്റെ സഹായത്തോടെ സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടു. മഹാപരിത്യാഗം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പ്രപഞ്ചത്തിന് ആധാരമായ സത്യം കണ്ടെത്തുകയായിരുന്നു സിദ്ധാർത്ഥൻ്റെ ലക്ഷ്യം. 6 വർഷം പലയിടങ്ങളിൽ അല്പാഹാരിയും അല്പവസ്ത്രധാരിയുമായി ചുറ്റിത്തിരിഞ്ഞു. അലറ, കലമ, ഉദ്രകൻ എന്നീ യതിവര്യന്മാരിൽ നിന്ന് കഠിനമായ തപോമുറകൾ പഠിച്ചു. വേദങ്ങൾ പഠിച്ചു, ഉപനിഷത്തുകൾ ഗ്രഹിച്ചു. താൻ മനസ്സിലാക്കിയ തത്വങ്ങൾ പലരുമായി സംവാദത്തിലൂടെ ഉറപ്പിച്ചെടുത്തു. പിന്നെ തപോനിഷ്ഠകൾ തുടങ്ങി. അതികഠിനമായ ശരീരപീഡ വരുത്തുന്ന മുറകളായിരുന്നു യതിമാർ പഠിപ്പിച്ചത്. ശരീരദണ്ഡനത്തിലൂടെ മരണാനുഭവം നേടുക എന്ന മുറയും പരിശീലിച്ചു. പിന്നെ അതിനോടൊക്കെ വിമുഖതയായി. ഇതൊക്കെ വെറുതെ ശരീരത്തെ പീഡിപ്പിക്കാനേ ഉതകൂ എന്ന് തോന്നി. ആഹാരനിഷേധം ഒരു തരത്തിലുള്ള ഹിംസയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അത്തരം തപോമാർഗങ്ങൾ വിട്ട് സഞ്ചാരം തുടങ്ങി. ബീഹാറിലുള്ള ഗയ എന്ന പ്രദേശത്ത് എത്തി. അവിടെ വിജനമായ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ തപസ്സു തുടങ്ങി. ധ്യാനത്തിൻ്റെ 49-ാം ദിവസം വൈശാഖ പൗർണമിയായിരുന്നു. ദിവസങ്ങളായി ആ പരിസരത്തുള്ള സുജാത എന്ന വീട്ടമ്മ തപസ്സിരിക്കുന്ന സിദ്ധാർത്ഥൻ ഉണർന്നാൽ കഴിക്കാനുള്ള ഭക്ഷണം അവിടെ കൊണ്ടുവന്നു വയ്ക്കുമായിരുന്നു. എന്നാൽ സിദ്ധാർത്ഥൻ ഉണരുകയോ കഴിക്കുകയോ ചെയ്തില്ല. എന്തുകൊണ്ടോ ആ വൈശാഖ പൗർണമി ദിവസം അവൾ ഒരു സദ്യ തന്നെ തയ്യാറാക്കി അവിടെ കൊണ്ടുവന്നു വെച്ചിരുന്നു. അന്നേ ദിവസം സിദ്ധാർത്ഥൻ ഉണർന്നു. അവൾ വിളമ്പിയ സദ്യ കഴിച്ചു. അന്ന് രാത്രിയുള്ള ധ്യാനത്തിൽ സിദ്ധാർത്ഥന് ബോധോദയം സംഭവിച്ചു. ഇതോടെയാണ് സിദ്ധാർത്ഥൻ ബുദ്ധൻ എന്നറിയപ്പെട്ടത്. തഥാഗതൻ എന്നും ചിലർ വിളിച്ചു. ബുദ്ധൻ എന്നാൽ പ്രബുദ്ധനായവൻ എന്നും തഥാഗതൻ എന്നാൽ സത്യമറിഞ്ഞവൻ എന്നുമാണ് അർത്ഥം. ഗയയിൽ നിന്ന് ബുദ്ധൻ വാരണാസി എന്ന ബനാറസിൽ എത്തി. അവിടെ നിന്ന് സാരാനാഥിലെ മാൻതോട്ടത്തിലെത്തി. ആദ്യത്തെ പ്രബോധനം അവിടെയാണ് നടത്തിയത്. ധർമ്മചക്ര പ്രവർത്തനം എന്നായിരുന്നു ആ പ്രബോധനത്തെ വിളിച്ചത്. 5 സന്യാസിമാരായിരുന്നു കേൾവിക്കാർ. ഈ പ്രഭാഷണത്തിലാണ് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയത്. അശ്വജിത്ത്, ഉപാലി, മെഗല്ലാന, സരിപുത്ര, ആനന്ദ എന്നീ 5 ശിഷ്യന്മാർ ബുദ്ധനെ പിന്തുടർന്നു. സാരാനാഥ്, മധുര, രാജഗൃഹം, ഗയ, പാടലീപുത്രം എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ച് തത്വപ്രകാശനം നടത്തി. എതിർവാദക്കാരോട് സംവാദം നടത്തി. മഗധയിലെ രാജാക്കന്മാരായ ബിംബിസാരൻ, അജാതശത്രു, കോസലത്തിലെ പ്രസേനജിത്ത്, കൗസാംബിയയിലെ ഉദയനൻ എന്നിവർ ബുദ്ധൻ്റെ ശിഷ്യരായി തീർന്നു. കപിലവസ്തുവിൽ തിരിച്ചെത്തിയ ബുദ്ധന് രാജകൊട്ടാരത്തിൽ വലിയ സ്വീകരണം ലഭിച്ചു. എന്നാൽ ബുദ്ധൻ്റെ വാക്കുകളിൽ പോറ്റമ്മയായ ഗൗതമിയും സ്വന്തം മകൻ രാഹുലനും ആകൃഷ്ടരായി. അവർ രണ്ടാളും രാജകൊട്ടാരം ഉപേക്ഷിച്ച് ബുദ്ധൻ്റെ സംഘത്തിൽ ചേർന്നു. ഓരോ നാട്ടിലെത്തുമ്പോഴും ഇതുപോലെ നിരവധി പേർ അനുയായികളായിക്കൊണ്ടേയിരുന്നു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ശിഷ്യനായ ആനന്ദൻ ഒരുക്കിയ തൽപ്പത്തിൽ കിടന്നാണ് ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചത്. ബുദ്ധൻ ജനിച്ചതും ബോധോദയം നേടിയതും നിർവ്വാണം പ്രാപിച്ചതും വൈശാഖത്തിലെ പൗർണമിയിലായിരുന്നു. അതിനാൽ വൈശാഖ പൗർണമി 3 തരത്തിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ 8 വ്യത്യസ്ത ദേശങ്ങളിൽ അടക്കം ചെയ്തു. അവിടങ്ങളിലെല്ലാം ബുദ്ധസ്തൂപങ്ങൾ പടുത്തുയർത്തുകയുണ്ടായി. വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകുവാനും ആഗ്രഹമുള്ളവർ 6282319294 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ 8078188858. 600 രൂപ അടച്ചാൽ മാസിക 1 വർഷത്തേക്ക് തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പി ലഭിക്കും. കൂടാതെ മാസിക ഇപ്പോൾ ഓൺലൈനായി വായിക്കാവുന്നതാണ്. 1 വർഷത്തേക്ക് 400 രൂപ. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്തേ.